വർഷം 2024 ആയിട്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ലാഗ് ആവുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 12 കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളിലെ വളരെ പ്രശസ്തമായ ഫീച്ചർ ആയിരിക്കും റാം പ്ലസ്, എക്സ്റ്റെൻഡഡ് റാം, റാം എക്സ്പാൻഷൻ, റാം എക്സ്റ്റൻഷൻ. അഥവാ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ മെമ്മറിയെ തന്നെ റാം ആക്കി മാറ്റുക എന്നുള്ളത്. അത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് ഓഫ് ആക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 8 GB റാം ഉള്ള ഫോൺ ഇത് ഓൺ ആക്കിയാൽ 16 GB റാം ഉള്ള ഫോൺ ആകുമെന്നും ഹെവി ഡ്യൂട്ടി ഗെയിം എടുക്കി ലാഗ് ഇല്ലാതെ കളിക്കാൻ പറ്റും എന്നാണെങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. റാം പ്ലസ് വളരെ ചെറിയ ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ചിലതെല്ലാം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് ഓഫ് ആക്കിയ ശേഷം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാനും മറക്കണ്ട. സെറ്റിംഗ്സിൽ പോവുക, എബൌട്ട് ഫോണിൽ പോവുക, ബിൽഡ് നമ്പർ കുറെ പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിലൂടെ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആകും. പുതിയ സ്മാർട്ട് ഫോണുകളിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് അറ്റ് എ ടൈം ഓടിക്കാനായിട്ട് പറ്റും. ഇതിലൂടെ പല ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓൺ ആക്കാൻ പറ്റുമെങ്കിലും ഒരു പരിധിക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് പുറകിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ താങ്ങില്ല. ഒബ്വിയസ്ലി ആൻഡ്രോയിഡ് ഇതൊക്കെ ഇന്റലിജന്റ്ലി മാനേജ് ചെയ്യുമെങ്കിലും ആൻഡ്രോയിഡിന്റെ കഴുത്ത് ഞെരിക്കുമ്പോൾ മാത്രമേ ഇത് മാനേജ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഡെവലപ്പർ ഓപ്ഷൻസിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റിൽ പോവുക. സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയിരിക്കും, വിച്ച് മീൻസ് അറൌണ്ട് 20 ആപ്ലിക്കേഷൻസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഓടുക. അത് മാറ്റിയിട്ട് അറ്റ്മോസ്റ്റ് 3 പ്രോസസ് എന്നുള്ളത് ഓൺ ആക്കി ഇടുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ കഴിവതും ആ ഒരു മെമ്മറി കാർഡ് ഒഴിവാക്കാൻ നോക്കുക. കാരണം വേറൊന്നുമല്ല, ഭൂരിഭാഗം ആൾക്കാരും ഒരു പുതിയ സ്മാർട്ട് ഫോണിലേക്ക് മാറുമ്പോൾ പഴയ സ്മാർട്ട് ഫോണിലുള്ള മെമ്മറി കാർഡ് എടുത്തിടാറാണ് പതിവ്. ആൻഡ് ഈ ഒരു മെമ്മറി കാർഡ് പഴയ സ്മാർട്ട് ഫോണിൽ വന്നത് ചിലപ്പോൾ അതിന് മുന്നത്തെ സ്മാർട്ട് ഫോണിൽ നിന്നും ആയിരിക്കും. അതായത് വർഷപ്പഴക്കം കൂടിയ മെമ്മറി കാർഡുകളാണെങ്കിൽ അതിന്റെ ക്ലാസ് ഭയങ്കര കുറവായിരിക്കും, അതിന്റെ പെർഫോമൻസ് അഥവാ റീഡ് റൈറ്റ് സ്പീഡുകളെല്ലാം കുറവായിരിക്കും. ഇത്തരത്തിലുള്ള മെമ്മറി കാർഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇടുന്ന വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് വളരെയധികം ബാധിക്കും. സോ ഇത്തരത്തിൽ ചീപ്പായിട്ടുള്ള മെമ്മറി കാർഡ്സ് എടുത്ത് കളയുക. ഇനി മെമ്മറി കാർഡ് യൂസ് ചെയ്യാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലാസ് കൂടിയ നല്ല റീഡ് റൈറ്റ് സ്പീഡിലുള്ള മെമ്മറി കാർഡുകൾ യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാമോ, ഒരു സ്മാർട്ട് ഫോൺ ലാഗ് ആവുന്നതിന്റെ 99% ഉള്ള കാരണമാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ സ്റ്റോറേജ്. 256 GB സ്റ്റോറേജ് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പോലും സ്റ്റോറേജ് മാക്സിമം 90% വരെ ഫില്ലാക്കി വെക്കാറാണ് പതിവ്. ഇങ്ങനെ ഫില്ലാക്കുമ്പോഴാണ് പൊതുവെ സ്മാർട്ട് ഫോൺ ലാഗ് ആവാറ്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ പഴയ ഫോട്ടോസും വീഡിയോസും അനാവശ്യമായിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഫയൽസും എസ്പെഷ്യലി വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഫോർവേഡ്സും അതേപോലെ വാട്സാപ്പ് വീഡിയോസ്, വാട്സാപ്പ് ഡോക്യുമെന്റ്സ്, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. വേറൊരു സീക്രറ്റും കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോവുക. അവിടെ ജനറൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ആക്കി ഇടുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ ഏകദേശം എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടാവും? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇത്രയും ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ടാവും? ഇതല്ലാതെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അനാവശ്യമായിട്ട് കുറേയധികം ആപ്ലിക്കേഷൻസ് കിടക്കാറുണ്ട്. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞാണ് അൺഇൻസ്റ്റാൾ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കുന്ന വഴി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഈ ഒരു ആപ്പ് ഡിലീറ്റ് ആയിട്ടുണ്ടാവുമെങ്കിലും ആപ്പിനകത്തുള്ള ഡേറ്റ പോകില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ആപ്പ് വീണ്ടും ഡൗൺലോഡ് ആവുന്നത്. പക്ഷേ എവിടെ വെച്ചാണോ നിങ്ങൾ നേരത്തെ ആപ്പ് യൂസ് ചെയ്തിട്ട് നിർത്തിയത് ആ ഒരു സെയിം ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. സോ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാതെ തന്നെ നിങ്ങൾക്ക് സ്പേസ് ലാഭിക്കാം. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും കുത്തി നിറച്ച് വരുന്നൊരു കാര്യമാണ് ബ്ലോട്ട് വെയേഴ്സ്. നമ്മൾ പല റിവ്യൂ വീഡിയോസിലും പറയാറുണ്ട് ബ്ലോട്ട് വെയേഴ്സ് ഉണ്ട് എന്നും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നും. നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനാണ് ബ്ലോട്ട് വെയേഴ്സ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, ഈ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾ ഓപ്പൺ ആക്കാറുമില്ല, എന്നാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ടാവും. നിങ്ങളുടെ റാം അതേപോലെ തന്നെ ബാറ്ററി സ്റ്റോറേജ് ഇതെല്ലാം കൺസ്യൂം ചെയ്യുന്നുണ്ട്, നിങ്ങളത് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇതറിയാനായിട്ടൊരു വഴിയുണ്ട്. നേരെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആക്കിയിട്ടില്ലേ സെറ്റിംഗ്സിൽ, ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻസ് എടുക്കുക. അവിടെ റണ്ണിങ് സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റൺ ആവുന്ന സർവീസുകളെല്ലാം കാണാനായിട്ട് പറ്റും. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസും ഉണ്ടാവും. സോ അതിനകത്ത് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ആൻഡ് ചില ആപ്ലിക്കേഷൻസ് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്താലോ എന്ന് വിചാരിച്ച് ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെക്കും, ഒരു ടെമ്പററി മെമ്മറിയിൽ. മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ക്യാഷ് പ്രോസസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ക്യാഷിനകത്ത് എന്തോരം മെമ്മറിയാണ് ഓരോ ആപ്ലിക്കേഷൻസും ഇനി നിങ്ങൾ ഓപ്പൺ ആക്കിയാലോ എന്നുള്ള ചിന്തയിൽ ആൻഡ്രോയിഡ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. യെസ്, അതിനോ ആൻഡ്രോയിഡ് പറയും ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഈ ഒരു റാം ഫ്രീ ആക്കണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. ഇനി അടുത്തത് ആൻഡ്രോയിഡ് 13 ആൻഡ്രോയിഡ് 14 ഒക്കെ വന്നപ്പോൾ ആൾക്കാരെ കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമാണ് വിഡ്ജറ്റ്സ്. യെസ്, ഹോം സ്ക്രീനിൽ നിങ്ങൾ വിഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്, നല്ലതാണ്, കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വിഡ്ജറ്റ്സ്, ആനിമേറ്റഡ് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് എല്ലാം നിങ്ങളുടെ ബാറ്ററി അതേപോലെ റിസോഴ്സസ് കൺസ്യൂം ചെയ്യും. ഒരുപാടധികം വിഡ്ജറ്റ്സ് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ ബാഡ് ആയിട്ട് ബാധിക്കും. സോ ആവശ്യമില്ലാത്ത വിഡ്ജറ്റ്സ് എല്ലാം എടുത്ത് കളയുക. സിമിലർലി ഒരുപാട് ആൾക്കാർ ലൈവ് വാൾപേപ്പേഴ്സും യൂസ് ചെയ്യുന്നുണ്ടാകും, കാണാനൊക്കെ ഭംഗിയുണ്ടാവും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇതിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാറ്റിയിട്ടൊരു ബ്ലാക്ക് വാൾപേപ്പറാണ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ GPU-യിലേക്കുള്ള ലോഡ് അത്രത്തോളം കുറയും, വിച്ച് മീൻസ് കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടും. ഈ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ ഞാൻ കണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രശ്നക്കാരനായ ഒരു സെറ്റിംഗ് ഉണ്ട്.
അതെന്താണെന്നറിയോ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനകത്ത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓവർ വൈഫൈ. ഇത് എന്തുകൊണ്ടാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞുതരാം. സപ്പോസ് ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഓണാണ്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ വൈഫൈ യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളൊന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്, ആ സമയത്ത് ഫോൺ വൈഫൈയുമായിട്ട് കണക്റ്റ് ആയി ഓട്ടോമാറ്റിക്കലി ഈ ഒരു അപ്ഡേറ്റ് ഡൗൺലോഡ് ആവാനായിട്ട് തുടങ്ങി. സോ നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റത്തേക്ക് പോയതാണ്, 5 മിനിറ്റ് നിങ്ങൾ അവിടെ പോയി, അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വൈഫൈ ഡിസ്കണക്റ്റ് ആയി. അപ്പോൾ ഒരു GB അപ്ഡേറ്റ് ഫയലാണെങ്കിൽ മേ ബി ഒരു 200-300 MB ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾ വേറെ സ്ഥലത്ത് വൈഫൈയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊരു അപ്ഡേറ്റ് പാക്കേജ് ആണ്, അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കറപ്റ്റ് ആവാം എന്ന് പറഞ്ഞ് ആൻഡ്രോയിഡ് വീണ്ടും ആദ്യം തൊട്ട് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു അപ്ഡേറ്റ് പാക്കേജ് പകുതി ഫയൽ അവിടെ ഉണ്ടാവും. വീണ്ടും ഇതേപോലെ തന്നെ പല പ്രാവശ്യമായിട്ട് സംഭവിക്കുമ്പോൾ പല ജങ്ക് ഫയൽസ് അവിടെ ക്രിയേറ്റ് ആവും. ആൻഡ് ഇത്തരത്തിൽ ജങ്ക് ഫയൽസ് ക്രിയേറ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മേ ബി അപ്ഡേറ്റ് കുഴപ്പമില്ലാതെ സക്സസ്ഫുൾ ആയി ഇൻസ്റ്റാൾ ആയെങ്കിലും പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യും. കാരണം ഈ റെസിഡ്യുവൽ ഫയൽസ് എല്ലാം തന്നെ അവിടെ കിടപ്പുണ്ട്. സോ ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ആക്കി ഇടുക. ആൻഡ് നിങ്ങൾ മാനുവലി നല്ലൊരു വൈഫൈ കണക്ഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തന്നെ ആ ഒരു അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ആയതിനു ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഇതിലൂടെ കുറേയധികം സ്മാർട്ട് ഫോൺ ലാഗ് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം ഉപരി സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ലാഗായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ദ ടിപ്പിക്കൽ ഇന്ത്യൻ വേ, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഡയറക്റ്റ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കരുത്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അവിടെ വെക്കുക. മേ ബി ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ആക്കുക. ഇതിലൂടെ കുറേയധികം ക്യാഷ് ഫയൽസും കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ടുണ്ടാവും, വിച്ച് വിൽ ഇംപ്രൂവ് ദ പെർഫോമൻസ്. ആൻഡ് ഫൈനലി ഈ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു തുറുപ്പ് ചീട്ട്, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ സകലമാന ഡേറ്റയും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫ്രഷ് ഫോണായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പഴയ പോലെ ആവും. ഗൈസ്, ഈ പറഞ്ഞ 12 കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് യാതൊരു വ്യത്യാസവും ഇല്ല, ഇപ്പോഴും ലാഗ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ സർവീസ് സെൻ്ററിലേക്ക് വിട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാൻ സമയമായി. സോ അത്രയുള്ള ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് ചില ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.